വയനാട് ചിക്കല്ലൂരിലെ കടുവയെ പിടികൂടാനുള്ള ശ്രമം രാത്രിയിലും തുടരുന്നു. കാടുകയറ്റാനുള്ള ശ്രമത്തിനിടെ കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഓടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ ആരും പുറത്തിറങ്ങരുതെന്നും കടകൾ അടച്ചിടണമെന്നും വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനത്തിലെത്തിയേ പറ്റൂ. ഇവിടെ കടുവ വന്നിട്ടില്ലല്ലോ ഇവിടെ അടുത്തൊന്നും. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നടക്കുന്നവർക്കും പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. വയലിലൊക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ നേരം വെളുത്ത് ഇറങ്ങി നടക്കും. രാത്രി പണിയൊക്കെ കയറി വരുന്നല്ലേ. ഇത് ഏത് സമയത്ത് വരികയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം ഇപ്പോഴും ഇത് അനൗൺസ്മെൻറ്റ് പോകുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. രാത്രി കാലങ്ങളിൽ വീട്ടിലേക്ക് പുറത്തിറങ്ങാതെയും എവിടെയെങ്കിലും പുറത്തേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യമല്ലാത്തൊരവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം ആദ്യമായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കുറച്ച് ഭീതിയിലാണെന്നുള്ളതാണ് സത്യം. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, കടുവയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തുന്നതിനിടയിലാണ് വീണ്ടും ജനവാസ മേഖലയിലേക്ക് പോയിരിക്കുന്നത്. അത് വലിയ ആശങ്ക തന്നെയാണ്. ഇപ്പോഴും ദൗത്യം തുടരുകയാണോ സാനിയോ? ആര്യ, അതായത് ഇപ്പോൾ ദൗത്യം എന്ന നിലയ്ക്കല്ല, അതായത് ഇപ്പോൾ ജനവാസ മേഖലയിൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. മാത്രവുമല്ല, നാട്ടുകാർക്കൊരു സുരക്ഷ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി അടക്കം മുഴുവൻ സമയവും പട്രോളിംഗ് ഉണ്ടാകുമെന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. വയനാട് കണിയാമ്പറ്റയിലെ 5 വാർഡുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിക്കല്ലൂരിൽ സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. പനമരം പഞ്ചായത്തിലെ 6 വാർഡുകളിലും അവധിയുണ്ട്. അതുപോലെ പരീക്ഷകൾക്കടക്കം അവധി ബാധകമായിരിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കം അറിയിച്ചിരിക്കുന്നത്. നാട്ടുകാരോട് വീടിന് പുറത്ത് അനാവശ്യമായി ഇറങ്ങരുത്, കൂടാതെ കടകൾ പോലും തുറക്കരുത് എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നീർവാരം മേഖലയിലേക്കുള്ള വനത്തിലേക്ക് ഈ കടുവയെ ഓടിച്ചു കയറ്റാനായിരുന്നു വനംവകുപ്പ് അധികൃതരുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്. അതിനായി കുങ്കിയാനകൾ എത്തിച്ചെങ്കിലും ആ ശ്രമം നടന്നില്ല. പിന്നീട് പടക്കം പൊട്ടിച്ച് ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കടുവ ജനവാസ മേഖലയിലേക്ക് തന്നെ തിരിഞ്ഞോടിയത്. അതോടുകൂടി വനംവകുപ്പിന്റെ എല്ലാ ശ്രമങ്ങളും മറ്റൊരു തരത്തിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിൽ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. പക്ഷേ മയക്കുവെടി വെക്കുന്നതിന് മുൻപ് കടുവയെ ഓടിച്ച് കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം നടക്കണം. അത് നടന്നില്ല എങ്കിൽ കൂട് വെച്ച് പിടിക്കാനുള്ള ശ്രമം നടക്കണം. അതും നടന്നില്ല എങ്കിൽ മാത്രമാണ് മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ശ്രമം നടക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ നിലവിൽ ദൗത്യം അവിടെ തുടരുന്നില്ല. പക്ഷേ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ പട്രോളിംഗ് അടക്കം നടത്തുകയാണ്. ജനവാസ മേഖലയിലെ ഒരു തോട്ടത്തിലേക്കാണ് കടുവ കയറിപ്പോയത്. തോട്ടത്തിലടക്കം നേരത്തെയൊക്കെ പരിശോധന നടത്തിയെങ്കിലും കടുവയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ അടക്കം ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുമുണ്ട്. ഏതായാലും അതീവ ഭീതിജനകമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. കണിയാമ്പറ്റ പ്രദേശത്തിന്റെ ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കടുവ ഇറങ്ങുന്നതെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. ഏതായാലും ഇതിന് തൊട്ട് അടുത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് നീർവാരം ഭാഗത്താണ് കാടുള്ളത്. ആ കാട്ടിലേക്കാണ് ഓടിച്ചു കയറ്റാമെന്ന് വനംവകുപ്പ് കരുതിയിരുന്നത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ്. നാളെ അതിരാവിലെ തന്നെ കടുവാ ദൗത്യം വീണ്ടും തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പ്രദേശത്ത് കൂടടക്കം ഇപ്പോൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വനംവകുപ്പുള്ളത്. 80-ലധികം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അത്ര തന്നെ പോലീസും സ്ഥലത്ത് ഇപ്പോഴും ക്യാമ്പ് ചെയ്യുകയാണ്. ഓക്കെ, കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക, പ്രദേശവാസികൾക്ക് കൃത്യമായ സുരക്ഷ ഒരുക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വനംവകുപ്പ് പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.